ഒരു ധർമ്മസമരത്തിൻ്റെ പടഹധ്വനി. ഇത് ഒരു കുരുക്ഷേത്ര യുദ്ധം. പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ ഒരു മഹായുദ്ധം. പാണ്ഡവന്മാർക്ക് അവകാശപ്പെട്ട മണ്ണ് അധികാരാന്ധരായ കൗരവർക്കും. കുരുക്ഷേത്ര യുദ്ധം. ഭാരതീയർക്ക് മാത്രം അവകാശപ്പെട്ട ഈ മണ്ണ് സ്വാർത്ഥലോഭികളായ വിദേശികൾക്കും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഇന്ത്യ വിട്ടു പോവുക, ഇന്ത്യ വിട്ടു പോവുക, ഇന്ത്യ വിട്ടു പോവുക, ഇന്ത്യ വിട്ടു പോവുക. ക്വിറ്റ് 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 ഇന്ത്യ, ക്വിറ്റ് ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് 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 ഇന്ത്യ, ക്വിറ്റ് ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് 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 ഇന്ത്യ, ക്വിറ്റ് ക്വിറ്റ് ഇന്ത്യ. ധർമാധർമ്മങ്ങൾ തമ്മിൽ നേർക്കുനേർ പോരാട്ടം. എവിടെ നിന്നോ വന്നവർ ഈ മണ്ണിൻ്റെ ഉടമകൾ. അവർ വന്നു, കീഴടക്കി. ഏറെ കാലം ആത്മാഭിമാനം നഷ്ടപ്പെട്ടവരായി നാം മാറി. വീരപഴശ്ശി, ഝാൻസി റാണി, വീരുത്തമ്പി ദളവ, ഭഗത് സിംഗ്. ചരിത്രത്തിൻ്റെ തേരോട്ടത്തിൽ മനസ്സിൽ മിന്നിമറയുന്ന എത്രയോ മുഖങ്ങൾ. പോർമുഖങ്ങളിലെ അഗ്നിജ്വാലകൾ. അതിനിടയിലാണ് അർദ്ധനഗ്നനായ ഒരു സന്യാസി. സത്യഗ്രഹ സമരത്തിലൂടെ ഒരു പുതിയ സമരമുഖം തുറന്നു തന്നു. ധർമ്മരോഷം സടകുടഞ്ഞെഴുന്നേൽക്കുകയായിരുന്നു. ഉപ്പ് സത്യഗ്രഹം. ദണ്ഡിയിൽ ഗാന്ധിജി, പയ്യന്നൂരിലെ ഉളിയത്ത് കടവിൽ കേരള ഗാന്ധി, കളപ്പജി. സമരം ഇന്ത്യ മുഴുവൻ ആളിപ്പടർന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു മഹാസംഭവം. അടിയും വെടിയും, അടിച്ചമർത്തലുകൾ, തളരാത്ത ധാർമ്മിക വീര്യം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, ഇന്ത്യ ഇന്ത്യക്കാർക്ക്. 1942 ശക്തമായൊരു മുന്നറിയിപ്പ്. ക്വിറ്റ് ഇന്ത്യ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന നിമിഷങ്ങൾ. ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ. ആ മുദ്രാവാക്യത്തിൻ്റെ മുഴക്കം ഇന്ത്യയുടെ അന്തരീക്ഷം മുഴുവൻ മാറ്റൊലിക്കൊണ്ട്. ഇന്ത്യ വിടുക, ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക. പയ്യന്നൂരിൻ്റെ അന്തരീക്ഷത്തിലും ആ ശബ്ദം മുഴങ്ങി. മുന്നണി പോരാളിയായി KP കുഞ്ഞിരാമ പൊതുവാൾ. സാരഥേ സാരഥേ തേരുരുൾ ചക്രമുരുളുന്നിതാ, ഭാരതരഥ ചക്രമുരുളുന്നിതാ. കേപ്പിതൻ ശബ്ദം മുഴങ്ങുന്നിതാ, ഒരു റാന്തലിൻ്റെ വെളിച്ചത്തിൽ അക്ഷരം അഗ്നിശിഖകളായി പടരുന്നിതാ. ഭാരത മഹാരഥ സാരഥേ നമോ വാഗം. പുണ്യഭൂമി ജനനീ പുണ്യഭൂമി ജനനീ പുണ്യഭൂമി ജനനീ കാരുണ്യ
പുണ്യകലാവനികേ കാരുണ്യശീലേ ജയ സുന്ദര പുണ്യകലാവനികേ തവ മംഗളഗാനമിവൻ കടലും അലനാള സമേതമുതിർത്തിടുമൻ അമ്പേ തവ വന്ദനമത്തിടുമേ അമ്പേ തവ വന്ദനമത്തിടുമേ വിണ്ണുടിയാകും വെൺമൺതണി പുണ്യഭൂമി ജനനീ പുണ്യഭൂമി ജനനീ വിണ്ണുടിയാകും വെൺമൺതണി പുണ്യഭൂമി ജനനീ പുണ്യഭൂമി ജനനീ മുരളീരവേ ശരണം മേ പരമാനന്ദദായകമേ മുരളീരവേ ശരണം മേ പരമാനന്ദദായകമേ പ്രാണപതിതൻ മഞ്ജുഗാനമിതേ ആനന്ദദായകമേ ശരണം മേ പരമാനന്ദദായകമേ മുരളീരവമേ ശരണം മേ പരമാനന്ദദായകമേ. സത്യധർമാദികളെ ഈ ഭരതക്ഷേത്രത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യുവാൻ ആ അസുരചക്രവർത്തികൾ അതിഗംഭീര ശ്രമം ചെയ്യുകയാണ്. ഈശ്വര ചിന്തകൾ തന്നെ ഈ രാജ്യലോഭികളായ ഭരണാധികാരികളിൽ നിന്നും മാഞ്ഞുപോയിരിക്കുന്നു. സർവചരാചരങ്ങൾക്കും ഏകാവലംബമായ ആ പരമാത്മാവിനെ ബന്ധനം ചെയ്യുവാൻ മുതിർന്ന് ഈ പാതകികളുടെ ദുർഭരണം ഈ ഭരതക്ഷേത്രത്തിൽ ഇനി അധികം നാൾ നിലനിൽക്കുകയില്ലെന്ന് ഇന്നത്തെ അധികാരശക്തി കണ്ട് ബുദ്ധിമങ്ങിപ്പോയ അവരുടെ വൈതാളികന്മാർക്ക് ഒരുപക്ഷെ മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുകയില്ല. ഹേ ചക്രപാണി, നിരായുധനായ അങ്ങയെ ഇവർ ഒരു വേള വിലവെച്ചിരിക്കുകയില്ല. അങ്ങയുടെ മാഹാത്മ്യം ഇവരെ അറിയിക്കുവാൻ അങ്ങ് ഇനി എത്ര കാലം കാത്തിരിക്കും? അവിടുത്തെ മുരളിയിൽ നിന്നും ഒഴുകുന്നത് പ്രേമാമൃതമാണെന്ന് ഈ രക്തപാനികൾക്ക് മനസ്സിലാകുന്ന നിമിഷം ഈ ലോകം സ്വർഗമായി മാറുന്ന കാഴ്ച അത്ഭുതകരമായിരിക്കും. കുരുക്ഷേത്രത്തിൽ വെച്ച് അങ്ങ് ഭാരതരഥം നടത്തുന്നത് കാണുവാൻ സംഗതി വരുന്നവരാണ് ഭാഗ്യശാലികൾ. ഇനി ഏതായാലും ദുര്യോധനൻ്റെ രാജധാനിയിൽ പോയി അധികാരലഹരിയിൽ മതിമറന്നു കഴിയുന്ന അവനെ ഒന്നുകൂടി ഇളക്കിവിടുക തന്നെ. നാരായണ നാരായണ.
ചിൽ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ. ഇന്നലെ വരെ ഇടയനായി നടന്ന ഒരുവൻ ഇന്ന് വിശ്വംഭരൻ. സമരം പ്രഖ്യാപിക്കുമത്രേ. ഭീമന്റെ അട്ടഹാസവും അർജുനന്റെ ഞാണിലെയും കേട്ടാൽ പേടിക്കാൻ ധാർത്തരാഷ്ട്ര പെണ്ണുങ്ങളാണെന്നാണ് അവരുടെ ധാരണ. കൃഷ്ണൻ നേരെ വിതുരഗ്രഹത്തിലേക്കാണ് അത്രേ പോയത്. ഭീഷണിക്ക് കീഴ്പ്പെടുന്നതല്ല ദുര്യോധനാദികളെന്നായപ്പോൾ വിശ്വരൂപം കാണിച്ച് താടിക്കാരെ എന്നും ഭ്രമിപ്പിക്കാം എന്നായിരിക്കാം ചങ്ങാതി കരുതിയത്. കാരണം ഈ ഒരു അവസരത്തിൽ കൃഷ്ണാർജുനന്മാർ അവരുടെ സർവശക്തിയും പ്രയോഗിക്കും. സ്വർഗമോ നരകമോ, ജീവിതമോ മരണമോ, ബന്ധനമോ സ്വാതന്ത്ര്യമോ തീരുമാനിക്കേണ്ടത് അവർക്ക് ഈ സമരത്തിന്റെ അവസാന ഫലത്തിൽ നിന്നാകിയാൽ പാണ്ഡവർ അടങ്ങിയിരിക്കില്ല. ഗാന്ധീവത്തിന്റെ ഹുങ്കാരവും മൃഗോദരന്റെ ഗദാസ്പാലനും ഭയങ്കരമായിരിക്കാം. ഭാർഗവ ശിഷ്യനായി കർണനുള്ളപ്പോൾ അങ്ങയുടെ ദുർബല ചിന്ത ആസ്ഥാനത്താണ്. കർണന്റെ പരാക്രമം അന്യാദർശമാണെന്ന് നമുക്കറിയാം. പക്ഷേ കപടതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ ആ കൃഷ്ണനും ഒട്ടും പിന്നോക്കമല്ല. ഈ അന്തിമ സമരത്തിൽ കൃഷ്ണാർജുനന്മാർ അവരുടെ സർവശക്തിയും പ്രയോഗിക്കും. കൃഷ്ണന്റെ കപടതന്ത്രങ്ങൾ അലച്ചിരമ്പിക്കൊണ്ട് കൊടുങ്കടൽ പോലെ പാഞ്ഞെടുക്കുന്ന കൗരവസേനയോടല്ല പറ്റുക, ഗോപസ്ത്രീകളോടാണ്. മഹാരാജാവേ, ഞാൻ പോകുന്നു. ഇതാ ഈ നിമിഷം മുതൽ കർണന്റെ ശ്വാസോച്ഛ്വാസം കൂടി പാണ്ഡവനാശത്തെ ലാക്കാക്കിയായിരിക്കും. എനിക്കിവിടെ തരിക. അംഗരാജാവ്, പടനടുവിൽ കൊടുങ്കാറ്റ് പോലെ ചീറിപ്പായുന്ന അങ്ങയുടെ പരാക്രമം അതുല്യമാണ്. പോയി വരും. ഭാരതപ്പൊന്തേരിൽ സാരഥേശൗരേ ധർമ്മവിനാശമി ഭൂവിലുണ്ടായ മാനവനായി നീ അവതരിക്കുന്നു. നീലവാനത്തിൽ രജനി കുറിപ്പു താരമാം ലിപിയിൽ തവ പ്രേമകാവ്യം. ആസനസ്ഥനായാൽ രാജാവിന് മംഗളം ഭവിക്കട്ടെ. ആ പാണ്ഡവരുടെ യുദ്ധസന്നാഹങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു? നല്ല കഥ. അലകടലിനോട് എതിർക്കാൻ മുതിർന്ന പുൽക്കൊടിയെ കുറിച്ച് എന്തു പറയാനാണ്? നെടുമ്പില്ലുലച്ച് അടക്കളത്തിലേക്ക് ഇറങ്ങിയാൽ കർണനോട് എതിർക്കുന്ന വില്ലാളിയെ ത്രിലോക സഞ്ചാരിയായ എനിക്ക് തന്നെ അറിയുകയില്ല. പക്ഷേ ഭീമന്റെ ഗദാഘാതമേൽക്കാൻ ത്രാണിയുള്ളവർ കൗരവ പക്ഷത്തിലില്ലല്ലോ നാരദരെ. യുവരാജാവേ, വാസ്തവത്തിൽ അങ്ങനെ കളിയാക്കുകയല്ലേ? നാഗധ്വജന്റെ ഗദായുദ്ധത്തെ പറ്റി ഇന്നലെ കൂടി ദേവലോകത്ത് വെച്ച് സുർവാര വനിതകൾ പാടി പുകഴ്ത്തുന്നത് കേട്ട് എന്നോട് ഭീമനെ കുറിച്ച് അത്രക്കൊന്നും പറയേണ്ടിയിരുന്നില്ല. ആ വരട്ടെ നാരദരെ. പാണ്ഡവരെ തച്ചു പറപ്പിക്കാനുള്ള അവസരം ആസന്നമായിരിക്കും. അർജുനന്റെ അസ്ത്രപ്രയോഗ സാമർഥ്യവും കൃഷ്ണന്റെ കപടതന്ത്രവും നാം കുരുക്ഷേത്രത്തിൽ തെളിയിച്ചു കൊടുക്കും. ആ മറ്റൊരു പ്രധാന കാര്യം കൂടി നാരദ മഹർഷേ, അങ്ങ് അറിഞ്ഞു കാണും. ത്രിലോക സഞ്ചാരിയായ അങ്ങക്ക് അറിയാത്തതായി ഒന്നുമില്ലല്ലോ. എന്താണത്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മെ കാണാൻ ഇങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ടത്രേ സന്ധി സംഭാഷണത്തിന്. എന്താണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണുക തന്നെ.
പകുതിയെങ്കിലും കൊടുക്കൂ. സാധ്യമല്ല, സാധ്യമല്ല. തെറ്റുകുറ്റങ്ങൾ രണ്ടു ഭാഗത്തും ഉണ്ടായിരിക്കാം. ആചാരപ്രകാരം പാണ്ഡവന്മാർക്ക് അനുവദപ്പെട്ട പാതി രാജ്യമെങ്കിലും കൊടുത്തുകൂടെ? പറഞ്ഞില്ലേ, ഒട്ടും സാധ്യമല്ല. എങ്കിൽ കരുണയുടെ പേരിൽ 5 ഗ്രാമങ്ങളെങ്കിലും കൊടുക്കൂ. കൃഷ്ണ, ഈ സുയോധന്റെ ക്ഷമയ്ക്കൊരതിരുമുണ്ട്. അങ്ങ് എത്ര തന്നെ കണ്ടക്ഷോഭം നടത്തിയാലും ആ പാണ്ഡുപുത്രർക്ക് സൂചി കുത്താനുള്ള ഒരു ഇടം പോലും നൽകില്ല. സുയോധന, ഇതുവരെ ഞാൻ താങ്കളോട് വളരെ താഴ്മയോടെ സംസാരിച്ചു. ഇനി ഞാൻ ആജ്ഞാപിക്കുന്നു, പാണ്ഡവന്മാർക്ക് അർഹതപ്പെട്ട മുഴുവൻ രാജ്യവും അവർക്ക് കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഒരു യുദ്ധം അനിവാര്യമാകും. അത് നിന്നെയും നിന്റെ വംശത്തെയും നശിപ്പിക്കും. അവർക്ക് പിന്തുണയായി ഈ ഞാനുണ്ടാകും. യുദ്ധം ചെയ്തു നേടുമത്രേ. എങ്കിൽ അത് തന്നെയാകട്ടെ. ആരവിടെ? ധിക്കാരിയായ ഈ ദൂതന്റെ കൈയും കാലും ബന്ധിച്ച് തുറുങ്കലിൽ അടയ്ക്കൂ. ചുണയുണ്ടെങ്കിൽ ആ പാണ്ഡുപുത്രർ വന്ന് രക്ഷിക്കട്ടെ. പാണ്ഡവന്മാർക്ക് രാജ്യം ലഭിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ ഞാൻ ആ വെണ്മയെ പ്രജാവാത്സല്യമായി തെറ്റിദ്ധരിച്ച് മന്ദബുദ്ധികൾ കുഴങ്ങും. വാസുദേവ, ഇനി എത്ര നാളാണ് നീ അടിമച്ചങ്ങലയിൽ കുടുങ്ങി കഴിയേണ്ടി വരിക? അക്രമത്തിന്റെ ഈ വേലിയേറ്റത്തിൽ ധർമ്മം വീർപ്പുമുട്ടി കഴിയുന്നു. സത്യധർമാദികളെ ഈ പുണ്യഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യാതെ ആ ഭരണാധികാരികൾ അടങ്ങിയിരിക്കുകയില്ല. ഇനിയും അക്രമങ്ങളുടെ നഗ്നനൃത്തത്തിന്റെ പശ്ചാത്തലം ഈ ഭാരത മാതാവിന്റെ മാറിടം തന്നെ ആയിക്കൊള്ളട്ടെ എന്നാണോ കൃഷ്ണ നീ നിശ്ചയിച്ചത്? അമ്മേ, അധർമ്മത്തിന്റെ അധികാരശക്തി ക്ഷണത്തിൽ വർദ്ധിക്കുന്നത് കാണുമ്പോൾ പ്രാച്യന് പകച്ചു പോവുക സാധാരണമാണ്. അതിന് കാളകൂടത്തേക്കാൾ വ്യാപര ശക്തിയുണ്ട്. ദേവി, ലോകത്തിന് ധർമ്മോദയം കാണാനുള്ള അവസരം ആസന്നമായിരിക്കുന്നു. എനിക്ക് ഈ ലോകത്തിൽ ഇനി യാതൊന്നും ആശിക്കാനില്ല. ഒരു അടിമയുടെ ജീവിതം എന്തിനാണ് നോർത്ത് നോക്കൂ കൃഷ്ണ. ധർമ്മസ്ഥാപകന്മാരായ മക്കളെ പ്രസവിക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അല്ലെങ്കിൽ
ചിന്തിക്കൂ. സുദർശന ചക്രം ക്രൂരന്മാർക്ക് കണ്ടു രസിക്കുവാനുള്ളതല്ലെന്ന് ഭഗവതിക്ക് അടുത്ത് തന്നെ കാണാം. ക്ഷമിക്കുക കൃഷ്ണ. അല്ലെങ്കിൽ ഞാൻ ക്ഷമിക്കാതെ എന്ത് ചെയ്യാനാ? എന്റെ മക്കൾ വീരക്കുമാണ്. അടിമത്തം അവർക്ക് ആഭിജാത്യമാണ്. വിലങ്ങ് വീരശൃംഖലയാണ്. കാരാഗ്രഹം കേളി സ്വന്തമാണ്. അത് കൃഷ്ണ ഞങ്ങളെ ഈ ലോകത്തിൽ നിന്ന് വലിച്ചെറിയൂ. ഭാരതമാതാവിന് സ്വാതന്ത്ര്യം അർഹമായിരിക്കാം. വീരമാതാവേ, പാണ്ഡവന്മാരുടെ പെറ്റമ്മയായ ഭോജരാജാവിന്റെ ഓമനപുത്രിയായ പാണ്ഡുരാജാവിന്റെ ധർമ്മപത്നിയായ ഭഗവതിയുടെ വിജ്ഞാനത്തെ കേവലം നൈരാശ്യത്തിന് മറച്ചു കളയാൻ സാധിച്ചുവെന്നോ? പാടില്ല ദേവി. ഓടക്കുഴലൂതി കാട്ടിൽ നടക്കുന്ന കണ്ണനി ധാർത്തരാഷ്ട്രോട് എതിരിടുവാൻ ശക്തി ഇല്ലായിരിക്കാം. വാസുദേവ, നരകയാതന അനുഭവിച്ച് ഹൃദയം മരവിച്ചു പോയ ഈ അമ്മയുടെ നേർത്ത ജൽപ്പനങ്ങൾ പൊറുക്കൂ മകനെ. സ്വാതന്ത്ര്യ സൂര്യോദയം കാണാൻ എന്റെ മക്കൾക്ക് ഭാഗ്യമുണ്ടാകുമോ? കൃഷ്ണ, എന്നെ വലിച്ചു കെട്ടി ഈ ചങ്ങലയൊന്ന് അറുത്ത് മാറ്റൂ. ദേവി, ഇനി ഇതിന്റെ ഉത്തരം കുരുക്ഷേത്രത്തിലെ സൈന്യമധ്യത്തിൽ നിന്നുണ്ടാവുന്ന മധ്യമ പാണ്ഡവന്റെ ഞാണലിയും ഭാരതരഥം നടത്തുന്ന സാരഥിയുടെ ശംഖനാഥവും ദുശാസന രക്തം കുടിച്ച് ആളിച്ചാടുന്ന മാരുതിയുടെ ഘോരാട്ടഹാസമാണ് പറയുക. നടത്തു. നിന്റെ ചെമ്മട്ടി കൊണ്ട് അടിച്ചു പായിക്കുന്ന കുതിരകളുടെ കുളമ്പളകൾ ഭാരതമാതാവ് ഒരു ഇന്ദ്രനീല കൽപ്പതക്കം പോലെ മാറിലണിഞ്ഞുകൊള്ളും. നീ നടത്തുന്ന തോയരിക്കുള്ളിന്റെ നാദം ഞാൻ രോമാഞ്ചത്തോടു കൂടി കേട്ടുകൊണ്ടിരിക്കും. സവ്യസാചിയുടെ ഗാന്ധീവത്തിൽ തീരുന്ന ഹുങ്കാരം, ചക്രവാളത്തിൽ ചെന്നലയിക്കുന്ന ആ ഭയങ്കര ശബ്ദം കൗരവ പടയെ ഇളക്കിമറിക്കുവാൻ ഇനിയധികം താമസമില്ല. വാസുദേവ, പാണ്ഡവർക്ക് വേണ്ടി തോൽവാറെടുത്ത് ഭാരതരഥം എന്റെ സ്വാതന്ത്ര്യ മണിമേടയിലേക്ക് ഉയർത്തുന്ന ആ രഥം വേഗം നടത്തൂ. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള, നീതിയും അനീതിയും തമ്മിലുള്ള, അഹിംസയും ഹിംസയും തമ്മിലുള്ള യുദ്ധത്തിന്റെ അന്തിമ അവസാനം എന്തെന്നറിയാൻ ജനം വീർപ്പടക്കി നിൽക്കുന്നു. നിന്റെ പാഞ്ചജന്യനാഥം ഞാനൊന്ന് കേൾക്കട്ടെ പുത്ര. വാസുദേവ, മുഴക്കോ. അക്രമിയുടെ കർണ പിളർക്കുന്ന ആ നാഥം നീ ഒന്ന് മുഴക്കോ. കഴുത്തിന് നേരെ പൊങ്ങിയ കരവാളോടുള്ള ന്യായോപദേശമാണിത്. വൈതടയിൽ നിന്നും ആകാശഗംഗയിലെ പാവന ജലം ലഭിക്കുമെന്നുള്ള പ്രത്യാശയാണിത്. ചുട്ടുപൊരിയുന്ന വേലയിൽ നിന്നും വെണ്ണിലാവിന്റെ പ്രതീക്ഷത്തിലാണിത്. അല്ല, എന്തായിരിക്കും ഭഗവാൻ ഈ തന്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ, എന്തോ കരുതിയിട്ടുണ്ടാവും. ഭഗവാൻ ഇതുവരെയും കണ്ടില്ലല്ലോ. എന്തായിരിക്കും കാരണം? അവിടുന്ന് നേരെ വിദുരഗ്രഹത്തിലേക്ക് എഴുന്നള്ളിയിട്ടുണ്ടെന്നാണ് കേട്ടത്. ഏതായാലും ഇന്നിവിടെ എത്താതിരിക്കില്ല. സന്ധിയുടെ കാര്യം വല്ലതും പറഞ്ഞു. എന്താണ് ദുര്യോധനാദികൾ പറഞ്ഞത്? അവർ യാതൊന്നും വഴിപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, അമ്മാവനെ അപമാനിക്കുവാൻ കൂടി ശ്രമിക്കുകയുണ്ടായി. എന്ത്? അപമാനിക്കയോ? ആരെ? ഭഗവാനെ? മതി, ഇനി എനിക്കൊന്നും കേൾക്കണ്ട. നമ്മുടെ ആത്മാഭിമാനത്തെയാണ് അഹങ്കാരാന്തരായ ചുടലഭൂതങ്ങൾ തവിട് പൊടിയാക്കിയത്. ഇതിന് പകരം ചോദിക്കാൻ ആശുഭാരത്തിൽ ആളുകളില്ലെന്നോ? നിങ്ങളാണോ ഭാരതമാതാവിന്റെ മുല കുടിച്ചു വളർന്ന വീരസന്താനങ്ങൾ? ക്ഷമിക്കൂ, അങ്ങ് വല്ലാതെ ക്ഷോഭിച്ചിരിക്കുകയാണ്. ഭഗവാന് നേരെ വിരൽ ചൂണ്ടുവാൻ കൂടി അവരെ കൊണ്ടാവില്ല.
അത്ര തണുത്തതല്ല ഭാരതരക്തം. കുമാരാ, ഈ സഹദേവൻ ദുർബലനാണ്. എന്നെ കൊണ്ട് ഒന്നും ആവില്ല. എന്നാലും നിന്റെ അച്ഛനായ അർജുനന്റെ, അതെ, ആ ക്ഷത്രിയ കേസരിയുടെ അനുജനാണ് ഞാൻ. കുമാര, നടക്കും. ഇതിന് പകരം ചോദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നവരെല്ലാ ധർമ്മജാതികൾ എന്നതിന് രക്തസാക്ഷികളെങ്കിലും ആവാം. ഇളയച്ഛ, ഭഗവാൻ വിശ്വരൂപം കാണിച്ചപ്പോൾ അവർ ഭയം നോടുകയാണ് ചെയ്തത്. എങ്കിലും ഭഗവാനെ ബന്ധിക്കുവാൻ മുതിരുക അത് ഭാരതാഭിമാനത്തെ വെല്ലുവിളിക്കലാണ്. ഇതിന് അവിടുത്തെ കാരണമുണ്ടെങ്കിൽ ഞാൻ പകരം ചോദിക്കും. അവിവേകം പ്രവർത്തിക്കരുത്. അത് ആ പരമാത്മാവിനോട് ചെയ്യുന്ന അപരാധമായിരിക്കും. ഞാൻ ലോകപരിചയമില്ലാത്ത കുട്ടിയാണ്. എങ്കിലും കംസാരിയാണ് എന്റെ മാതുലൻ. സവ്യസാച്ചിയുടെ മകനാണ് ഞാൻ. അതെ, മാരുതിയുടെ സഹോദരനാണ് എന്റെ അച്ഛൻ. വേണ്ട, എന്റെ വാളിന് ഉറങ്ങിക്കിടക്കുകയില്ല. സഹിക്കുവാൻ ഞാൻ തൃപ്തമല്ല. എങ്കിലും നിങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കെ എന്റെ അമ്മയെ അവമാനിക്കുക ആവില്ല, പൊറുക്കാനാവില്ല. ഈ അഭിമന്യു ആ ഘാതകന്മാരെ വെറുതെ വിടുക എന്നതുണ്ടാവില്ല. എന്റെ രക്തം കൊണ്ട് അവർ കൊടിക്കുറയ്ക്ക് നിറം കൂട്ടട്ടെ. അല്ലെങ്കിൽ നമുക്ക് ഭാരതാഭിമാനം വീണ്ടെടുക്കുവാൻ ഇടവരട്ടെ. ആ കൗരവരുടെ നിറഞ്ഞ സദസ്സിൽ വെച്ച് ഞാൻ ആ ദുര്യോധനന്റെ തലയെടുത്തു. നിന്റെ വാണിന്റെ വായ്ത്തല അരാധികളുടെ കണ്ണരക്തത്തിൽ ഉളിയിട്ട് വിദ്യുല്ലത പോലെ പാടിക്കളിക്കട്ടെ. ഭഗവാന്റെ ശംഖനാഥമാണല്ലോ കേൾക്കുന്നത്. അപേക്ഷയുമാണ് ഭഗവാനെ ആ നിർഭയ ഭരണാധികാരികളോട് കൈമലർത്തി യാചിക്കുവാൻ പ്രേരിപ്പിച്ചത്. ഭഗവാന്റെ ആദർശവും ജീവിതോദ്ദേശവും ലോക സമാധാനമാണ്. യുദ്ധം അത് ഒഴിവാക്കുവാൻ അങ്ങ് ആവുന്നതും പരിശ്രമിച്ചു. ഒടുവിൽ ആ ശ്രമവും വിഫലമായി. അല്ലെങ്കിൽ കർത്തവ്യം മുന്നിലിരിക്കെ നാം എന്തൊരു പോയ കാര്യത്തെപ്പറ്റി ചിന്തിക്കണം. ഭഗവാന്റെ നിർദ്ദേശപ്രകാരമുള്ള നാളത്തെ സഭായോഗത്തിലുള്ള ഒരുക്കങ്ങൾ ചെയ്യുക തന്നെ. ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള നമ്മുടെ പക്ഷക്കാരെ നാളത്തെ ഭാരത മഹാജനസഭാ യോഗത്തിന് എത്തിച്ചേരുവാൻ വിവരമറിയിച്ചുവോ? പോവ്,
അഭിമന്യുകുമാരൻ ഭാരതവർഷം മുഴുവൻ അങ്ങയുടെ കൽപ്പനയും സമര സന്ദേശവും അറിയിച്ചിട്ടുണ്ട്. സമരം അല്ലെങ്കിൽ മരണം, അതായിരിക്കണം ഈ യുദ്ധത്തിന്റെ അന്തിമ ഫലം. മരണത്തിന്റെ കറുത്ത മുഖം കണ്ടാൽ സ്വരത്തിലിരച്ചയോ ശരീരത്തിന് വിറയലോ ഉണ്ടാവുന്നവരെല്ലാം അങ്ങയുടെ അനുയായികൾ. ഭഗവാൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ പാരതന്ത്രവും നമുക്ക് സ്വാതന്ത്ര്യമാണ്. ശരിയാണ്. ഭഗവാന്റെ പുഞ്ചിരി ശീതളപ്രഭമായ വെണ്ണിലാവാണ്. അവിടുത്തെ പ്രേമം കൂർത്തുമൂർത്ത മുള്ളുകളെപ്പോലും മനോഹരങ്ങളായ കുസുമങ്ങളാക്കി മാറ്റുന്നു. സഹദേവ, നീ പോയി അതിഥികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യൂ. ഭഗവാനെ ഭക്തവത്സല, അവിടുത്തെ കാരുണ്യം മാത്രമാണ് പാവപ്പെട്ട ഈ ഉള്ളവർക്ക് ഏക ആശ്രയം. സഹജീവികളെ ബലികഴിച്ചും ഈ ഭാരത ക്ഷേത്രത്തിൽ ഒരു വൈതരണി ഒഴുക്കുവാൻ ധർമ്മജാതികൾ മടിക്കുന്നു. ഏതായാലും ഈ വൈകിയ വേളയിൽ അടങ്ങിയിരിക്കുവാൻ നിർവാഹമില്ല. എന്താണ് എഴുന്നേൽപ്പിന് കാരണം? ഹിമാലയത്തിന്റെ കടകപ്രദേശത്തിൽ ഇറങ്ങി മന്ദാകിനിയുടെ മണൽത്തട്ടിലൂടെ കുളിർതന്നലും ഏറ്റ് വീണയും വീട്ടി അങ്ങനെ നടന്ന് ഹസ്തനപുരിയിൽ ചെന്ന് ദുര്യോധന്റെ മുഖം കാണിച്ചു. ഭഗവാൻ ഇങ്ങോട്ട് എഴുന്നള്ളിയിട്ടുണ്ടെന്നുള്ള വിവരമറിഞ്ഞ് ഈ പുണ്യപാദങ്ങളെ ദർശിക്കാൻ ഇങ്ങോട്ട് പുറപ്പെട്ടു പ്രഭു. പട്ടിണി കിടന്നും കല്ലിലും ഉള്ളിലും വലഞ്ഞും നരകയാതന അനുഭവിക്കുന്ന ആ ഭാരത മക്കൾക്ക്, ആ പാണ്ഡവാദികൾക്ക് ഒരിറ്റ് കഞ്ഞിവേളത്തിന് വേണ്ടി കൈ കുമ്പിളും കാണിച്ച് ആ ദുര്യോധന മഹാരാജാവിന്റെ പടിവാതിക്കൽ ചെന്നിരുന്നതിന് ആ ക്രൂരൻ എന്നെ അപമാനിക്കാനുണ്ടായത്. ജഗന്നാഥ, അങ്ങ് എന്താണ് ഈ ഉള്ളവർ ഇങ്ങനെ അരുളി ചെയ്യുന്നത്? ആരുടെ തിരുവവതാരം ഭാരതാംബയെ സ്വർഗത്തിലേക്ക് ഉയർത്തിയോ, ആരുടെ വ്യക്തി മാഹാത്മ്യം ഈ പ്രപഞ്ചം മുഴുവൻ വഴിഞ്ഞൊഴുകുന്നുവോ, അധർമ്മവും ആത്മവഞ്ചനയും വർദ്ധിച്ച ഈ കാലത്ത് സത്യത്തെയും ധർമ്മത്തെയും നിലനിർത്താൻ ഏതൊരു പുണ്യാത്മാവാണോ ഈ ഭരതക്ഷേത്രത്തിൽ അവതരിച്ചത്? അങ്ങേ വെറും മിഥ്യ കൊണ്ട് ആവൃതമായ അവർക്കുണ്ടോ മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രഭു. ഒരായുധം പോലും എടുക്കാൻ അധികാരമില്ലാത്ത ഞാൻ എങ്ങനെയാണ് ആ ദുര്യോധനാദികളോട് എതിർക്കുന്നത്? നാരായണ നാരായണ, ഭഗവാനെ അങ്ങക്ക് ആയുധമില്ലെന്നും ധർമ്മമാണ് അവിടുത്തെ പള്ളിവാൾ, അഹിംസയാണ് പോർക്കവചം, പ്രേമമാണ് അവിടുത്തെ കടിഞ്ഞാണ്, സത്യമാണ് കൊടിമരം. അതേ ഭഗവാനെ, ഈ പ്രപഞ്ചമാണ് അങ്ങയുടെ പള്ളിത്തേര്. ഭാരതമാതാവോട് ഞാൻ ഈ അക്രമികളെ ഋഷിഭൂമിയിൽ നിന്ന് അകറ്റുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. കോടിക്കണക്കായ ജനപ്രവാഹത്തിന്റെ അകമ്പടിയോടെ ഭാരത പള്ളിത്തേരിലേറി ബ്രഹ്മാണ്ടം മുഴുവൻ നടുങ്ങുമാറ് വെള്ളക്കുതിരകളെ പറപ്പിച്ചുകൊണ്ട് പടക്കളത്തിലേക്ക് ഇറങ്ങേണ്ടുന്ന സമയം ആസന്നമായി പ്രഭു. ഒന്നുകിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം, ഒന്നുകിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം, ഒന്നുകിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം, ഒന്നുകിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം. वैष्णव जन तो तेने कहिए
അന്യന്റെ ദൗത്യത്തെ തിരസ്കരിച്ചവരെ അവർ നമ്മുടെ ശക്തിയെ അവജ്ഞയോട് വീക്ഷിച്ചതിന്റെ ഫലമാണ്. രാജ്യം വിട്ടുകൊടുത്ത് പാണ്ഡവരുമായി ഒരു സൗഹാർദ്ദ ബന്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്നാണ് എന്റെ അഭിപ്രായം. കർണന്റെ അഭിപ്രായത്തോട് നാമും യോജിക്കുന്നു. രാജ്യം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സൗഹാർദ്ദവും നമുക്ക് വേണ്ട. നാം സർവശക്തിയും ഉപയോഗിച്ച് പാണ്ഡവരെ അടിച്ചമർത്തും. ആ ധർമ്മജാതികളുടെ ദുർബല ഹസ്തങ്ങളിൽ ഭാരമേറിയ ഭാരത ചെങ്കോലേൽപ്പിക്കുക അത് ഈ നാടിനോട് ചെയ്യുന്ന വമ്പിച്ച അനീതിയായിരിക്കും. സുയോധന മഹാരാജാവേ, അങ്ങ് തെറ്റിദ്ധരിച്ചു. കത്തുന്ന തീ കൈതപ്പൂവാണെന്ന് അങ്ങ് ധരിച്ചത്. അങ്ങക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അങ്ങ് ദൂരെ കാണുന്ന അച്ചപിടിച്ചു നിൽക്കുന്ന കുന്ന് ഒരു അഗ്നിപർവ്വതമായി മാറുമെന്ന്. അങ്ങയുടെ സൈന്യബലവും ആയുധശക്തിയും പാണ്ഡവപക്ഷത്തെ ഒരാളുടെ ഒറ്റ നോട്ടത്തിൽ ബിന്ദു വെണ്ണീരായി പോകുമെന്ന് അങ്ങക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. വെന്തു വെണ്ണീരാകും. പ്രചണ്ഡപ്രതാപനായ രാജാധിരാജ നാഗധ്വജൻ പടനടുവിൽ പരാജയപ്പെടും. അവന്റെ സൈന്യവും ശക്തിയും ഒരാളുടെ ഒറ്റ നോട്ടത്തിൽ വെന്തു വെണ്ണീരാകും. ഈ സുയോധനന്റെ ശക്തി പാണ്ഡവപ്പടയെ കരിയില പോലെ തച്ചുപറപ്പിക്കുന്ന കനത്ത കൊടുങ്കാറ്റാണെന്ന് ഇനിയും മനസ്സിലാക്കാത്തവർ നമ്മുടെ നാട്ടിൽ ബാക്കിയുണ്ട്. ഓടക്കുഴൽ കുരമ്പിനേക്കാളും കരവാളിനേക്കാളും മൂർച്ചയുള്ളതാണെങ്കിൽ വേടുഗാനം കേട്ടാൽ വടസമൂഹം മുഴുവൻ ഭയപ്പെട്ടോടുമെങ്കിൽ ഇനി രാജ്യം വിട്ടുകൊടുക്കാൻ ഒട്ടും താമസിച്ചുള്ള മഹാരാജൻ. അനന്തവിക്രമനായ അതുല്യ പ്രഭാവനായ ഈ ബലരാമ ശിഷ്യനെ ഗദായുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ കെൽപ്പുള്ള ഒരൊറ്റ യോദ്ധാവിനെയോ വില്ലെടുത്തവരിൽ അദ്വിതീയനായ ഈ ഭൃഗുരാമ ശിഷ്യനെ പടനടുവിൽ പരാജയപ്പെടുത്താൻ കെൽപ്പുള്ള ഒരൊറ്റ വില്ലാളി വീരനെയോ സൃഷ്ടിക്കാൻ സ്വർഗകർത്താവിന് ഇതുവരെ ധൈര്യം വന്നിട്ടില്ല. ഭാരത ചക്രവർത്തിയാണ്. മേഘങ്ങളാണ് ഈ നാഗധ്വജന്റെ സൈന്യങ്ങൾ. ഭീരുത്വത്വം ജന്മമെടുത്താണ് സഞ്ജയന്റെ അഭിപ്രായം. രാജ്യം ഭരിക്കാൻ പ്രാപ്തിയില്ലാത്തവർക്ക് രാജ്യം വിട്ടുകൊടുക്കുക തന്നെ ഈ രാജ്യത്തോട് ചെയ്യുന്ന അനീതിയാണ്. പരദ്രവ്യം പിടിച്ചടക്കി ഞാൻ രാജതന്ത്രജ്ഞനാണ്, മറ്റുള്ളവരെല്ലാം വിഡ്ഢികളാണെന്ന് കരുതുന്നത് മഹാപാതകമാണ്. രാജഭരണത്തിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്തവർക്ക് രാജ്യം വിട്ടുകൊടുത്ത് സന്യസിക്കാൻ സുയോധനാധികൾ തയ്യാറല്ല. പാണ്ഡവാദികൾ കാട്ടിൽ വസിക്കുന്നത് തന്നെ ഈ സുയോധനന്റെ കൃപ കൊണ്ടാണ്. ആ ധർമ്മപുത്രി രാജ്യഭരണം എന്തെന്നറിയില്ല. സന്യാസമാണ് ധർമ്മപുത്രാദികൾക്ക് പറ്റിയത്. നിരർത്ഥ ജൽപ്പനങ്ങൾ മാത്രമാണ് ഈ ലോകത്തിൽ രാജ്യം ഭരിക്കാൻ പ്രാപ്തൻ. അണ്ണനും സുയോധനനും ഇല്ലെങ്കിൽ ഈ ലോകം തന്നെ കീഴ്മേൽ മറിഞ്ഞു പോകുമായിരുന്നു. സുയോധനന് മുമ്പ് ഇവിടെ രാജ്യതന്ത്രജ്ഞന്മാർ ഉണ്ടായിട്ടില്ല. അണ്ണന് മുമ്പ് ഈ രാജ്യത്ത് മഹാപ്രതിഭകൾ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ രാജ്യം ഭരിക്കുന്നു, സ്വാർത്ഥമാണ് നിങ്ങളെ ഭരിക്കുന്നത്. നിങ്ങളെ ബഹുമാനിച്ചതിന്റെ ഫലമാണ് നിങ്ങൾ ഇത്ര അതിര് കടന്ന് സംസാരിക്കുന്നത്. ഭാരത ചക്രവർത്തിയുടെ മുമ്പിൽ വെച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ഓർമ്മ വേണം. മഹാരാജൻ, താങ്കളുടെ ദയയ്ക്ക് വന്ദനം. മഹാത്മാവിന്റെ സന്ദേശമനുഷ്ഠിക്കാൻ ഈ മഹാസഭ കാത്തിരിക്കുകയാണ്.
വില്ലാളി വീരന്മാരെ, ക്ഷത്രിയ കേസരികളെ, ജീവൻ നിലനിർത്തുവാൻ എന്തെങ്കിലും തരണമെന്ന് ആ ദുര്യോധനാദികളോട് യാചിച്ചതിന്റെ ഫലമായിട്ടാണ് ആ രാക്ഷസന്മാർ എന്നെ വരിഞ്ഞു കെട്ടുവാൻ ഒരുമ്പെട്ടത്. യുദ്ധം കൂടാതെ കഴിക്കുവാൻ ഞാൻ ആ യാഥാസ്ഥിതിക പക്ഷത്തുള്ള ഓരോരുത്തരോടും വണക്കമായി അപേക്ഷിച്ചു നോക്കി. യാതൊരു ഫലവും ഉണ്ടായില്ല. രാജ്യം അവർക്ക് അവകാശപ്പെട്ടതാണത്രേ. ഇനി എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നാടിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മരിക്കുക. മഹാജനങ്ങളെ, നാടിന്റെ മോചനത്തിന് വേണ്ടി മരിക്കുവാൻ നിങ്ങൾ എല്ലാവരും ഒരുങ്ങണം. ഒന്നുകിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം. 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 അവർ നമ്മോട് കാണിച്ച അനീതി, ഭവനത്തിന് തീവെക്കുക, കുലസ്ത്രീയെ വസ്ത്രമഴിച്ച് വഴി നീളെയിട്ട് വലിക്കുക മുതലായ അക്ഷന്തവ്യങ്ങളായ അപരാധങ്ങൾക്ക് പകരം ചോദിക്കുവാൻ കൂടി ലോക സമാധാനത്തെ ആഗ്രഹിക്കുന്ന നാം മടിച്ചു. എന്നാൽ ഈ വൈകിയ വേളയിൽ നമുക്കടങ്ങിയിരുന്നുകൂടാ. ഇപ്പോൾ ഞാനിതാ ഈ മഹാസദസ്സിൽ വെച്ച് ആ നിർദ്ദയ ദുർഭരണാധികാരികളോട് ഒരു മഹാസമരത്തിന് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ധീരയോദ്ധാക്കളെ, ആർത്തു വിളിച്ചെടുക്കുന്ന നിങ്ങളുടെ ഘോഷയാത്ര ആ രാജ്യലുബ്ധർക്ക് ഇളകിമറിയുന്ന പ്രളയാർണവമായി തീരട്ടെ. ഭാരത പതാക പാറിക്കളിക്കുവാൻ നിങ്ങളുടെ പ്രാണവായുവെ കൂടി ഉപയോഗപ്പെടുത്തുവിൻ. സർവശക്തികളും ഉപയോഗിച്ച് പൊരുതുവിൻ. നമ്മുടെ സമരപ്രഖ്യാപനം ലോകം മുഴുവനും അറിയട്ടെ. അല്ലെങ്കിൽ അവജീവനോടുകൂടി ഉയർത്തെഴുന്നേറ്റ് വരണം. ഭഗവാൻ സാരഥിയായിരിക്കുമ്പോൾ ഭാരതരഥം അതിന്റെ ലക്ഷ്യമായ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് കുതിച്ചുപായും. അധർമ്മത്തോടും അക്രമത്തോടും എതിരെ പൊരുതുവാൻ മാനവ സമുദായത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന സാരഥിയാണ് ഭഗവാൻ. അവിടുത്തെ കാരുണ്യമുണ്ടെങ്കിൽ ഈ സവ്യസാചി ശത്രുക്കളെ ജയിക്കും. അർജുനനും ഭീമസേനുമാണ് നിങ്ങളുടെ നായകന്മാർ. ആ ധീര യോദ്ധാക്കളുടെ കീഴിൽ പരിശീലനം നേടിയ നിങ്ങൾക്ക് നൂറ്റവപ്പടയെ അരിഞ്ഞു തുടങ്ങിയത് ക്ഷിപ്രസാധ്യമാണ്. നാളെ മുതൽ നമ്മുടെ സൈന്യം ശവശരീരങ്ങൾക്ക് മീതെയാണ്. ഭാരത യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വാർത്ഥത്തിൻ പേക്കോലങ്ങൾ ധർമ്മത്തെ തുറങ്കിലിട്ട് ഭാരതത്തിന്റെ സിംഹാസനത്തിൽ വാഴും പുണ്യഭൂമിയിൽ നിന്നാ ദുർഭൂതങ്ങളെ നീക്കാൻ ഭാരത മഹാരഥം നടത്തൂ മഹാത്മാവേ. മഹാത്മാവിന്റെ യുദ്ധ സന്ദേശം മഹാജനസഭ രോമാഞ്ചത്തോടു കൂടിയാണ് ശ്രമിച്ചത്.
ഇനി എന്റെ കർത്തവ്യം പടയണിയെ സജ്ജീകരിക്കലാണ്. അതാ അഭിമന്യുകുമാരൻ സൈന്യത്തെ സജ്ജീകരിച്ച് രാജവീതിയിലൂടെ ഘോഷയാത്ര കുമാര, നീയും നിന്റെ കൂട്ടുകാരും പച്ചലർപ്പടയിൽ സ്ഫോടനങ്ങൾ തന്നെ സൃഷ്ടിച്ചു കളയുമല്ലോ. ഈ ഒളിയമ്പു സേനയെ പടയ്ക്ക് പിറകിൽ അണിനിരത്തി ഞാൻ യുദ്ധസംരംഭങ്ങൾ ത്വരിതപ്പെടുത്തട്ടെ. കുമാര, നിന്റെ അതുല്യ ശക്തി ഭാരതത്തെ ഇളക്കി മറിക്കട്ടെ. എന്തൊരു ചേതോഹരമായ ചൈതന്യം തുടിക്കും. യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി പടയൊരുക്കമാണ്. മഹാത്മാവ് ധർമ്മത്തിന്റെ പക്ഷത്തുണ്ടായിരിക്കെ അധർമ്മത്തിന്റെ വിജയം എവിടെ? എങ്കിലും കുമാര, സരളമല്ല കൗരവപ്പടയെ എതിർത്ത് തോൽപ്പിക്കുക എന്നത്. കുമാരൻ വളരെ രഹസ്യമായി ബ്രഹ്മദേശത്തിൽ ചെന്ന് ബ്രഹ്മദേവനെയും മണിപുരിയിൽ ചെന്ന് ചിത്രാംഗതപുത്രനായ ബഭ്രുവാഹനെയും ഉലോബിപുത്രനായ ഇരാവാനെയും ഇടുംബിപുത്രനായ ഘടോൽക്കജനെയും കണ്ട് സൈന്യസമേതം സംഘടിപ്പിച്ച് ആ ഭാഗത്ത് നിന്ന് ആക്രമണം ആരംഭിക്കുക. ബ്രഹ്മദേവൻ പടയണി കാത്തു രക്ഷിക്കുന്നതിൽ ഊർജ്ജസ്വലനാണ്. മറ്റുപേർ ഒളിയുദ്ധത്തിൽ. കുമാരൻ ശീഘ്രം ചെല്ലൂ. ധർമ്മയുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദുഷ്ടരായ ധാർത്തരാഷ്ട്രന്മാർ നശിക്കണമെന്നത് കാലത്തിന്റെ ഒരു ആവശ്യമാണ്. നകുലകുമാരന് ദൂരപൗരസ്ത്യ ദേശത്ത് നമ്മുടെ പക്ഷക്കാരെ സംഘടിപ്പിക്കാനുള്ള മാർഗം നിർദ്ദേശിച്ചു കൊടുക്കുകയായിരുന്നു പ്രഭു. കുമാരൻ പറഞ്ഞാണ് ഔദ്യോഗിക യുദ്ധപ്രഖ്യാപനം അറിയുന്നത്. ഈ ധർമ്മയുദ്ധത്തിൽ ഭാരതരാജ്യത്തിന്റെ സാരഥ്യ കർമ്മം നിർവഹിച്ച് ആ പാവപ്പെട്ട അടിമകളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചേ പറ്റൂ. ആരാണത്? ഒരടിമ. ഇവിടെ എന്തിനാണ് വന്നത്? യാചിക്കാൻ. ഭവതി ആരാണ്? പുത്രവാത്സല്യം കൊണ്ട് ഇവിടെ പാഞ്ഞെത്തിയ ഒരമ്മയാണ് ഞാൻ. ആരാണ് ഭവതിയുടെ മകൻ? ഭവതിക്ക് എന്നെ കൊണ്ട് എന്താണ് ആവശ്യം? പറയൂ, ഭവതി ആരാണ്? മകനെ, ഭാരതമാതാവാണ് ഞാൻ. കർണ, നിന്റെ പെറ്റമ്മയാകാൻ ഭാഗ്യമുണ്ടായ ഒരടിമയാണ് ഞാൻ. ഭാരതമാതാവ്, കർണന്റെ പെറ്റമ്മ. അമ്മേ, അമ്മേ, അയ്യോ അയ്യോ, എനിക്കെങ്ങനെ വിളിക്കാൻ അധികാരമില്ല. ഞാൻ ആ അധികാരം സുയോധന് വിറ്റിരിക്കുകയാണമ്മേ. ഭാരത സിംഹാസനത്തിന്റെ പ്രഥമാവകാശിയാണ് നീ. അതേ മകനെ, എന്റെ മടിത്തട്ടിന്റെ പ്രഥമാവകാശി നീയാണ് കർണ. അവന്റെ അധികാരം എനിക്കില്ല, ഞാനത് അറിയിക്കുന്നുമില്ല. സുയോധന മഹാരാജാവിന്റെ കൃപ കൊണ്ട് ജീവിക്കുന്ന വെറും ഒരു ഭടനാണ് ഞാൻ. അല്ല, വീരജനനിയായ ഭാരതാംബയുടെ പുത്രനാണ് നീ. എന്നാൽ ഭവതിയെ അസ്വതന്ത്രയാക്കിയ ആ ഭരണാധികാരികളോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. ദേവി, ധർമ്മജാതികൾ ജയിച്ചാൽ ഭാരത സിംഹാസനത്തിന് ഞാൻ അർഹനാവുകയില്ല. അവരെന്നെ വേറിട്ട് നിർത്തും. ഞാൻ വ്യത്യസ്ത വർഗത്തിൽപ്പെട്ടവനാണെന്ന് കൂടി അവർ പറഞ്ഞു പരത്തും. ഇല്ല കർണ, നിന്റെ ഉടപ്പിറപ്പുകളാണ് അവർ. നിങ്ങളെല്ലാം എന്റെ മക്കളാണ്. ഈ സമരത്തിന് ശേഷം ഭാരത ചെങ്കോലെടുക്കാൻ നീയാണ് അർഹൻ. അവരുടെ സ്വന്തം സഹോദരി ഭാരത ചക്രവർത്തിയാകുന്നത് അവർക്ക് അഭിമാനമാണ്. അവരുടെ ആഗ്രഹവും അതാണ് കർണ. ഇല്ല ഇല്ല,
ധർമ്മജാതികളുടെ ജന്മശത്രുവായ സുയോധനന്റെ ആജ്ഞാനുവർത്തിയായ ഒരു ഭടനാണ് ഞാൻ. ഈ പോരിൽ അർജുനൻ ജയിച്ചാൽ പാടില്ല, പാടില്ല, ഇല്ല, ഇല്ല. ശത്രുക്കളുടെ പാളയത്തിൽ ഈ അസമയത്ത് ഭവതി എന്തിനാണ് കടന്നു വന്നത്? എന്റെ മകനായ നിന്നോട് യാചിക്കാൻ. രാജമാതാവേ, ഞാൻ എന്തു ഭിക്ഷയാണ് ഭവതിക്ക് തരേണ്ടത്? പറയൂ. നിന്റെ സഹോദരന്മാരുടെ രക്തം കൊണ്ട് നീ ആ ഭരണാധികാരികളെ പൂജിക്കരുത്. ദേവി, ഭവതി ഇന്നെനിക്ക് കാണുന്ന സകല ഐശ്വര്യങ്ങൾക്കും കാരണഭൂതൻ ആ സുയോധനാണ്. കർണ, പാണ്ഡവരെ വെട്ടിവീഴ്ത്താൻ ആ ദുര്യോധനാദികൾ കടഞ്ഞു വച്ച കരവാളാണ് നീ. ഈ അന്തിമ സമരത്തിൽ സുയോധനാദികൾ ജയിച്ചാൽ നീ തുരുമ്പ് പിടിച്ച വെറും ഇരുമ്പിൻ കഷ്ണമാകും. അതേ മകനെ, നിന്റെ സഹോദരന്മാരെ അടിച്ചമർത്താൻ അവർ നിന്നെ ഉപയോഗപ്പെടുത്തും. നീയും നിന്റെ സഹോദരന്മാരും തോളോട് തോളായി നിന്ന് പൊരുതിയാൽ ആ ദുർഭരണകൂടം ഒരു നിമിഷത്തിനുള്ളിൽ തകിടം മറിയും. ഭാരത സ്വാതന്ത്ര്യത്തിന് വിലങ്ങടിച്ചു നിന്ന പാതകയാണ് നീയെന്ന് ഭാവി തലമുറകൾ നിന്നെ പറ്റി പറയാതിരിക്കട്ടെ. നിന്റെ പെറ്റമ്മയുടെ ഈ അപേക്ഷ നീ തള്ളിക്കളയരുത് മകനെ. അസാധ്യമാണത്. ഇന്ന് ചോറിനോട് കൂറ് കാട്ടാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. സുയോധന്റെ ജയം എന്റെ ജയമാണ്. സുയോധനന്റെ വിജയക്കൊടി പാറിക്കളിക്കുവാനുള്ള കൊടിമരം എന്റെ ഹൃദയത്തിലാണ് ആഴ്ത്തി തറപ്പിക്കുന്നത്. നീ ഓർക്കുന്നില്ലേ മകനെ? കിരീടിയുടെ വിരിമാറിന് ലക്ഷ്യമാക്കി തൊടുക്കാനുള്ള കൂരമ്പുകളാണ് കർണന്റെ അവനാഴി. ഭാരത സ്വാതന്ത്ര്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതേ കർണ, ആ സാമ്രാജ്യ ദുർമോഹികൾ നിന്റെ മാതാവിന്റെ വിരുമാറിൽ കയറി നഗ്ന നൃത്തം ചവിട്ടുമ്പോൾ അവർക്ക് താളം പിടിച്ചു കൊടുക്കുക. പെറ്റമ്മയുടെ കാലിലെ ചങ്ങലയുടെ കണ്ണി അറ്റുപോകുന്നുണ്ടെങ്കിൽ പുതിയ ചങ്ങല കൊണ്ട് മാതാവിനെ ബന്ധിച്ചു കൊടുക്കാൻ ശത്രുക്കൾ നിനക്കൊരു പ്രഭുസ്ഥാനം തന്നാൽ മതി. കർണ, തീയാണ് എന്റെ ഹൃദയത്തിൽ എരിയുന്നത്. അതാളിക്കത്തി നിന്നെയും നിന്റെ രാജാവിനെയും കൂട്ടുകാരെയും നശിപ്പിക്കും. മാതൃദ്രോഹി! അമ്മേ, ശ്മശാനമാണ്. അപമാനിതയായ ഈ യാജ്ഞസേനി ജീവനോട് കൂടിയ ശവമാണ്. അപമാനം മനുഷ്യ ഹൃദയത്തെ മരുഭൂമിയാക്കുമ്പോൾ പ്രതികാരം ശീതളചരവിയായി ആശ്വാസം. അപമാനം മനുഷ്യ ജീവിതത്തിലെ കറയാണ്. രക്തം കൊണ്ടാണ് അത് കഴുകിക്കളയേണ്ടത്. കർമ്മസാക്ഷിയുടെ മുമ്പിൽ വെച്ച്, സജ്ജനങ്ങളുടെ നിറഞ്ഞ സദസ്സിൽ വെച്ച് ഈ യാജ്ഞസേനയോട് കാണിച്ച അനീതി ഭാരതത്തിലെ സ്ത്രീ ലോകത്തോട് തന്നെ കാണിച്ച അനീതിയാണ്. അതോർക്കുമ്പോൾ എന്റെ ഹൃദയാഗ്നി ഈ പ്രപഞ്ചം തന്നെ കത്തി എരിയുന്നതായി തോന്നുന്നു. അയ്യോ, അതെനിക്ക് ഓർക്കാതിരിക്കാൻ കഴിഞ്ഞു. യുദ്ധത്തിന്റെ ഇപ്പോഴത്തെ നില എന്താണ്? യുദ്ധത്തിന്റെ നില കുറെ തകരാറിലായിരിക്കുകയാണ്. ഭഗവാൻ നടത്തുന്ന തീരെ പിന്തിരിഞ്ഞോ? അമ്മേ, അസംഭവ്യമാണത്. എങ്കിലും ശത്രുക്കളുടെ കപടതന്ത്ര നിമിത്തം നമ്മുടെ സൈന്യങ്ങൾ കുറെയൊക്കെ ചത്തൊടുങ്ങി. ഒരു പരാജയ മനോഭാവമാണ് നമ്മുടെ പക്ഷക്കാരിൽ അങ്ങോളം ഇങ്ങോളം കാണുന്നത്. നിന്റെ അച്ഛനും പരമാത്മാവും എവിടെ? അവർ ശത്രുക്കളോട് എതിരിട്ട് കൊണ്ട് പടക്കളം വിട്ട് വിദൂരം പോയിരിക്കുകയാണ്. ഈ തലമുടി ഇനിയും കെട്ടാറായില്ലെന്നോ? കുമാര, കത്തിക്കാളുന്ന തീയാണ് എനിക്ക് രക്ഷാസ്ഥാനം.
ഈ അഭിമന്യുവിന്റെ സിരകളിൽ ക്ഷത്രിയ രക്തം ബാക്കിയാവുന്ന കാലം വരെ അമ്മേ അവിടുത്തെ പ്രതിജ്ഞ നിറവേറുക തന്നെ ചെയ്യും. ഉണ്ണി, കേവലം ബാലനായ നീ എങ്ങനെയാണ് ആ വൻപടയോട് എതിർത്ത് നിൽക്കുന്നത്? കിരീടിയുടെ മകനാണ് ഞാനെന്ന് അമ്മ മറക്കരുത്. കിടക്കുന്ന അമ്മയുടെ ഈ തലമുടി ആ ദുഷ്ടൂര ഭരണാധികാരികളാൽ താറുമാറാക്കപ്പെട്ട ഭാരത സംസ്കാരത്തെയാണ് കാണിക്കുന്നത്. ആ ഭാരത സംസ്കാരം വീണ്ടും തളിർക്കുവാൻ ഞാൻ എന്റെ രക്തം കൊണ്ട് അതിനെ നനയ്ക്കും. പ്രതികാരമാണ് ഈ ദ്രൗപദി. അബലകളുടെ മൃദുല ഹൃദയമല്ല എനിക്കുള്ളത്. നിരവധി സംവത്സര കാലത്തെ മർദ്ദനാനുഭവം കൊണ്ടത് മാറിയിരിക്കുന്നു. അതേ മകനെ പ്രതികാരത്തിന്റെ അഗ്നിപർവമായി മാറിയിരിക്കുന്നു. ആ അഗ്നി എന്നെ തന്നെ നശിപ്പിക്കും. അല്ല, ആരാധികളുടെ കണ്ഠം വരിഞ്ഞു തള്ളുന്ന അഭിമന്യുവിന്റെ ഉടവാളിൽ അകമ്പടിയായി നിൽക്കും. ഉണ്ണി, ശത്രു സഞ്ചയത്തെ പുഴക്കി വീഴ്ത്തുന്ന പ്രചണ്ഡ വാദമാണ് നീ. താമസിച്ചുകൂടാ. ശത്രുക്കളുടെ ആത്മവിളിയാണ് കേൾക്കുന്നത്. ആ ദുര്യോധനന്റെ പ്രതാപവും ആദിത്യ ഭഗവാനും ഇന്നൊന്ന് ചത്തമിക്കും. പ്രിയ പിതാവേ, അങ്ങയുടെ മകൻ ഇത് ആ പടക്കളത്തിലേക്ക് ഇറങ്ങുന്നു. അമ്മേ, എന്നെ അനുഗ്രഹിക്കും. ദേവി ജഗദംബികെ, എന്റെ ഓമന കുമാരനെ രക്ഷിക്കണമേ. എന്റെ ജ്യേഷ്ഠനെ ശത്രുക്കൾ എന്തെങ്കിലും അതാ കഴുകന്മാർ രക്തവും മാംസവും വർഷിക്കുന്നു. എന്തെല്ലാം ദുർനിമിത്തങ്ങളാണ് ഞാൻ കാണുന്നത്. എന്റെ സഹോദരന്മാർക്ക് എന്തെങ്കിലും ആപത്തുകൾ പിടഞ്ഞിരിക്കുമോ? അർജുന, ആപത്തുകളെ മടിയിൽ കയറ്റി ലാളിക്കുന്നവരാണ് ഭാഗ്യശാലികൾ. അങ്ങ് തുറന്നു പറയൂ, ഈ ദുർനിമിത്തങ്ങളുടെ എല്ലാം അർത്ഥം എന്താണ്? അയ്യോ, എന്റെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരന് ക്രൂരന്മാർ എന്തെങ്കിലും ചെയ്തിരിക്കുമോ? എന്തത്യാഗ്രഹമാണ് ഭഗവാനെ നമുക്ക് സംഭവിച്ചത്? പാണ്ഡവ, അശുഭസൂചനകളാണ് ഈ നിമിത്തങ്ങൾ എന്നതിന് സംശയമില്ല. ഒരു വേള എന്തോ അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കാം. എന്തായിരിക്കാം ഭഗവാനെ സംഭവിച്ചത്? ആചാര്യപുത്രന്മാർ ജീവിച്ചിരിപ്പില്ലേ? ഭരത, സമാധാനിക്കൂ. കൈ നിലയിലെത്തട്ടെ. ഭയങ്കര വിപത്തുകളിലും മനസ്സ് പതരാതിരിക്കുന്നവന്റെ ജീവിതം മാത്രമേ വിജയപ്രദമാവുകയുള്ളൂ. കൈനിലയോട് അടുക്കുന്നോറും എന്റെ കാലധികം കൊഴിയുന്നു. മന്ദഹാസം പൊഴിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാറുള്ള എന്റെ മകനെവിടെ? എന്റെ മകനെവിടെ? ജ്യേഷ്ഠ, എന്റെ മകനെവിടെ? മകനെവിടെ? സഹദേവ, എന്റെ മകനെവിടെ? എങ്കിലും പറയൂ, എന്റെ മകനെവിടെ? ഇല്ല, ഇല്ല, ആരും ഉത്തരം പറയുന്നില്ല. ഗാന്ധീവധന്യമായ
മധ്യമ പാണ്ഡവനാണ് ചോദിക്കുന്നത്. എന്റെ മകൻ എവിടെ? എന്റെ മകൻ എവിടെ? എന്റെ മകൻ എവിടെ? എന്റെ മകൻ എവിടെ? അഭിമന്യുകുമാരനെ ശത്രുക്കൾ ചതിച്ചു കൊന്നു. ഭാരതാംബയുടെ വീരപുത്രനായ നിനക്ക് പറ്റിയതാണോ ഈ ചാവല്യം? ഭാരതത്തിന്റെ ഭാവി പാകതയും നിന്നിലാണ് ഇരിക്കുന്നതെന്ന് നീ ഓർക്കുന്നില്ലേ അർജുന? എഴുന്നേൽക്കൂ അർജുന, എഴുന്നേൽക്കൂ. ഭഗവാനെ, ഈ ഭാരതഭൂമി എന്റെ മകനെ കൊല്ലുന്നത് നോക്കി ഇഴിച്ചു നോക്കി നിന്നു. ഭഗവാനെ, വീരോചിതമല്ല ഈ ചാവല്യം. ശത്രുക്കൾ നമ്മുടെ പൗരുഷം നശിപ്പിക്കാനാണ് ഈ പണിയെടുത്തത്. അവരുടെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ നിലയും ആയിപ്പോയെന്നു. അർജുന, ധാർത്തരാഷ്ട്രം നമ്മുടെ സൈന്യങ്ങളെയെല്ലാം നശിപ്പിക്കട്ടെ. ഭാരതം പട്ടണമാക്കി മാറ്റട്ടെ. ആര്യാവർത്തം നമ്മുടെ രക്തം കൊണ്ടവർ നിടക്കടലാക്കി തീർക്കട്ടെ. നമ്മുടെ സഹോദരങ്ങൾ അതിൽ കിടന്ന് പിടയട്ടെ. അർദ്ധപ്രാണരായ നമ്മുടെ സൈന്യങ്ങളും സഹോദരങ്ങളും അതിൽ കിടന്നൊഴുകട്ടെ. എന്നാൽ എത്ര ഭയങ്കരമായ കാഴ്ച കണ്ടാലും നമ്മുടെ സൈന്യവും അഭിമാനവും ചൂളിപ്പോകരുത് അർജുന, ചൂളിപ്പോകരുത്. നാളെ കർമ്മസാക്ഷി പശ്ചിമ ചക്രവാളത്തിൽ ചെന്നണയുന്നതിന് മുമ്പായി ഈ ന്യായത്തിന് നിരക്കാത്ത മട്ടിൽ ആരാണോ എന്റെ അഭിമന്യുകുമാരനെ ചതിച്ചു കൊന്നത്, ആ വിഷ്ണുവിന്റെ തല ഈ ഭാരതഭൂമിയുടെ കളിപ്പത്തായി തീരാഞ്ഞാൽ ഈ സവ്യസാചി ഗാന്ധീവത്തോടുകൂടി അഗ്നിയിൽ ചാടി മരിക്കും. നിരാശ എന്നെ തീർത്തും മരവിപ്പിച്ചു. ആയുധമില്ലാത്ത ഒരുവന്റെ ആത്മീയ പ്രഭാവം നമ്മുടെ ഭയങ്കര ശക്തിയെ തീർത്തും സ്തംഭിപ്പിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. 1000 ആദിത്യന്മാർ ഒപ്പമുദിച്ചു.
അന്തരീക്ഷത്തിൽ കൂടി പറക്കുന്നത് പോലെ ആ ഭാരതരഥം രണാങ്കണത്തിലേക്ക് പറക്കുന്നത് കണ്ടപ്പോ കർണ, എന്റെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി. സുയോധനന്റെ മുഖത്തു നിന്ന് വന്നതാണ് ഈ പ്രലഭനങ്ങളെന്ന് ആർക്ക് വിശ്വസിക്കാൻ കഴിയും? ഈ കർണന്റെ വീരഭാവക്കൂടെ ശക്തി ചോർന്നു പോയിട്ടില്ല. ഉടവാൾ പൂമാലയായിട്ടുമില്ല. അങ്ങ് ഭയപ്പെടരുത്. ഭയപ്പെടുകയോ? സുയോധനൻ ഭയപ്പെടുകയോ? ധാർത്തരാഷ്ട്രർ പട കണ്ടു പേടിച്ചു. വേണമെങ്കിൽ ആ ധർമ്മജാതികളുടെ നിണമണിഞ്ഞ ശരീരത്തിൽ ചെങ്കതിർ വീശാതെ നാളത്തെ ആദിത്യൻ അസ്തമിക്കില്ല. എങ്കിലും ബാലനായ അഭിമന്യുവും അവന്റെ കൂട്ടാളികളും നമ്മുടെ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കിക്കളഞ്ഞു. ആ സിംഹക്കുട്ടി ഇടിവാള് പോലെ രണാങ്കണത്തിൽ പറന്നു നടന്ന് എന്തൊരു നാശനഷ്ടങ്ങളാണ് നമുക്കുണ്ടാക്കി വെച്ചത്. കർണ, ലോകം എന്തു തന്നെ പറഞ്ഞാലും കപടതന്ത്രങ്ങൾ പ്രയോഗിച്ച് ആ അഹങ്കാരപ്പിടിപ്പിനെ നശിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ അത് കൂടുതൽ അപകടം ചെയ്തേനെ. മരണത്തിനിടയാക്കിയെങ്കിലും ജയദ്രന്റെ സാമർത്ഥ്യം അഭിനന്ദനാർഹമാണ്. കർണ, നമുക്ക് അനവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സർവ്വതും നശിച്ചാലും വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങുന്നവനല്ല ഈ സുയോധനനെന്ന് ആ ധർമ്മജാതികൾ മനസ്സിലാക്കട്ടെ. അഭിമന്യുവധം കൊണ്ട് ധർമ്മശാസ്ത്രത്തിന്റെ ശുഷ്ക വിഗ്രഹം കണ്ണുരുട്ടുന്നുണ്ടാകാം. നീതിയായാലും അനീതിയായാലും നമ്മുടെ കരണങ്ങൾ നമ്മുടെ ഭാഗത്തെ ന്യായീകരിക്കുക ചെയ്യും. കാരണം അത് തന്നെയാണ് എന്റെയും അഭിപ്രായം. നാളെ പ്രഭാതത്തിൽ കർണന്റെ തേർക്കുതിരകൾ ആ ധർമ്മജാതികളുടെ ഭാവിയിലെ മധുര സങ്കല്പത്തെ ചവിട്ടി അരച്ചുകൊണ്ട് പടക്കളം ചുറ്റട്ടെ. സേനാപതി, പോയി വരൂ. നാളത്തെ യുദ്ധത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു വെക്കൂ. അഗ്രഗണ്യന്മാരായ ഭീഷ്മ ദ്രോണ കൃപാദികളെ നിഷ്പ്രയാസം വധിച്ച അർജുനനോട് എതിർക്കുവാൻ ഇനിയും നീ ആഗ്രഹിക്കുന്നുവോ? ഉണ്ണി, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ തള്ളിക്കളയരുത്. പാണ്ഡവർക്ക് അവകാശപ്പെട്ടതാണ് ഈ രാജ്യം. അവർക്ക് ഈ രാജ്യത്തിന്റെ പരിപൂർണ അവകാശം നീ വിട്ടുകൊടുക്കണ്ട. അവർക്ക് ജീവിക്കാനുള്ള സൗകര്യമെങ്കിലും ചെയ്തു കൊടുക്ക്. അമ്മേ, എന്റെ അഭിപ്രായം നാം 1000 വട്ടം പറഞ്ഞു കഴിഞ്ഞതാണ്. രാജ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് എന്ത് വിലയാണുള്ളത്? ഓർത്തു നോക്കൂ. അർജുനൻ നാളെ പടക്കളത്തിൽ കർണനോട് എതിർത്ത് തോറ്റ് ഭയന്നോടിയെന്ന് നമുക്ക് കേൾക്കാം. ആ കൃഷ്ണൻ നമ്മുടെ ഭയങ്കര ശക്തിയെ കരിച്ചു കളയുമെന്ന് ബുദ്ധിയുള്ളവർ വിചാരിക്കും. അയ്യോ സുയോധന, ഈ ലോകം സമ്മതിക്കുന്ന സത്യമാണ്. സൂര്യന് പ്രകാശമുണ്ടെന്നത് പോലുള്ള ഒരു പരമാർത്ഥമാണ്. ആ പുണ്യാത്മാവിന് ലോകവ്യാപകമായ വ്യക്തിമാഹാത്മ്യമുണ്ടെന്നുള്ളത്. കൃഷ്ണൻ ഒരു കർമ്മയോഗിയാണ്, ഒരു പുണ്യാത്മാവാണ് ഭഗവാൻ. അത് മനസ്സിലാക്കുവാൻ രാജ്യലോകം നിന്നെ അനുവദിക്കുന്നില്ല. പുത്ര, ഇനിയെങ്കിലും ആ സാധുക്കളായ പാണ്ഡവരോടുള്ള നിന്റെ അക്രമ പ്രവൃത്തി ഒന്ന് നിർത്തോ. അവരോട് അല്പം ദയവ് കാണിക്കോ. ദയവ് ചെയ്ത് ആ വർണ്ണനെ ഒന്ന് നിർത്തൂ. ഞാനിതാ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുന്നു, ആ പാണ്ഡവർക്ക് ഒരിക്കലും രാജ്യം വിട്ടുകൊടുക്കില്ലെന്ന്. മാത്രവുമല്ല, അവരെ ഉന്മൂലനാശം വരുത്തുമെന്ന്. എന്റെ മകനെ, നീ ആ പാവ പാണ്ഡവ മാതാവിനെ എന്നെ പോലെ തന്നെ കരുതണം. നിന്റെ ഓരോ പ്രവൃത്തിയും നിന്നെ ദുർനരകത്തിലെ അധികം ആഴ്ത്തുകയാണ്. ദുർമോഹത്തിന്റെ ഗർഭദാസനാണ് സുയോധനൻ എന്ന് ഇനിയെങ്കിലും ലോകം
ശക്തിയും നശിച്ചു. കർണന്റെ ശക്തിയെ കണക്കിലധികം വകവയ്ക്കുന്നു. ഇനിയും എന്നെ ഉപദേശിക്കണമെന്നില്ല. രാജ്യഭരണതന്ത്രം നമുക്ക് അസലായി അറിയാം. എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. മരണമാല്യവുമേന്തി എന്നെ കാത്തു നിൽക്കുന്നു. ഭാരതരത്നത്തിലിരുന്ന് ആ പുണ്യാത്മാവ് ഉപദേശിച്ച ഗീതായ നിന്റെ പിതാവിന് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. നിന്നെ പോലുള്ള മഹാപാതകികളെ ആ മഹാത്മാവ് വെറുതെ വിടുകയെന്നതൊന്നും ഉണ്ടാവില്ല. ഞാൻ അതേപ്പറ്റി സൂക്ഷിച്ചുകൊള്ളാം. രാജ്യഭരണതന്ത്രത്തിൽ സ്ത്രീകളുടെ ഉപദേശത്തിന് അത്രയൊന്നും പ്രസക്തിയില്ല. നിന്നെ പോലുള്ള ഒരു പുത്രന്റെ പെറ്റമ്മയായതിൽ ഞാൻ ഹൃദയം നൊന്ത് വ്യസനിക്കുന്നു. അമ്മേ, നരകത്തിന്റെ കരാള വക്രമാണ് ഇനി നിന്റെ വിശ്രമസ്ഥാനം. അമ്മേ, യാതൊരുവിധ പ്രലോഭനങ്ങളും ഈ സുയോധനെ ഇളക്കുവാൻ സാധ്യമല്ല. രാജ്യം വിട്ടുകൊടുക്കാനല്ല നാം ചക്രവർത്തിയായത്. ആ ഏത് ഹിമാലയമുള്ളവരെ കൊണ്ട് നാം നമ്മുടെ കൽപ്പന അനുസരിപ്പിക്കും. ഞാൻ സുയോധനനോ അതോ ദുര്യോധനനോ? ആരാണ് ഞാൻ? അഹന്ത കൊണ്ടും അധികാരമോഹം കൊണ്ടും ഞാനൊരു മഹായുദ്ധം വരുത്തിവെച്ചു. 10,000 ആളുകളെ കൊന്നൊടുക്കി. ഒടുവിൽ മാതൃശാപവും കൂടി ഏറ്റുവാങ്ങി. ഈ യുദ്ധത്തിൽ ഞാൻ പരാജയപ്പെടുമോ? മരണം വർണ്ണമാല്യവുമായി എത്തുമെന്ന് അമ്മ പറഞ്ഞതിന്റെ പൊരുളെന്താണ്? അമ്മ പറഞ്ഞതിന്റെ പൊരുളെന്താണ്?
യുവരാജാവായ സുയോധനനും വില്ലാളി വീരനായ കർണനും നയതന്ത്രജ്ഞനായ ശകുനിയും എന്ന് വേണ്ട എല്ലാവരും അസ്തമിച്ചു. സുയോധന പുത്ര, നിന്റെ പൗരുഷം തുളുമ്പുന്ന മുഖവും വിശാലമായ മാറിടവും നീണ്ട ശരീരവും ഇനി എനിക്ക് എന്നാണ് കാണുവാൻ കഴിയുക? മകനെ, ഇനി എന്നാണ് ഭാരത സിംഹാസനത്തിൽ അതിരൂഢനായി വിളങ്ങുന്ന നിന്നെ ഞാനൊന്ന് കാണുക? ഹേ കൃഷ്ണ, അങ്ങയുടെ സന്ദേശം അന്ന് എന്റെ മക്കൾ ചെവിക്കൊണ്ടിരുന്നെങ്കിൽ അങ്ങ് എത്ര പ്രാവശ്യം അപേക്ഷിച്ചു നോക്കി. കരുണയുടെ കണിക പോലും ഹൃദയത്തിലില്ലാത്തവരാണ് എന്റെ മക്കൾ. എന്റെ സഹോദരിയുടെ ദയനീയ സ്ഥിതി കണ്ട് അവർ പൊട്ടിച്ചിരിച്ചു. ദേവി, സഞ്ജയ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ പരമാത്മാവിനെ ഭജിച്ചുകൊണ്ട് മനസ്സമാധാനത്തോടെ ജീവിക്കണം. എന്റെ മക്കൾ ഇനി വ്യസനിച്ചിട്ട് കാര്യമില്ല. ആ മഹാത്മാവിന്റെ നിർദ്ദേശപ്രകാരം നടക്കുവാൻ ലോകം ഒരുങ്ങിയിരുന്നുവെങ്കിൽ ഈ രക്തച്ചൊരിച്ചിൽ കൂടാതെ കഴിക്കാമായിരുന്നു. സ്വാർത്ഥം എല്ലാവരെയും നശിപ്പിച്ചു. ഇനി ലോകം ആ പ്രേമഗായകന്റെ സിദ്ധാന്തങ്ങൾ സ്വീകരിക്കും. സഞ്ജയ, പ്രേമമാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് കാരണം. പ്രേമസ്വരൂപനായ ആ പരമാത്മാവുമാണ്. എന്റെ മക്കൾ ഭാരത ചെങ്കോലിന്റെ പിടുത്തം മുറുക്കുവാൻ വേണ്ടി ആ മഹാത്മാവിനെ ബന്ധനത്തിലിടുവാൻ ശ്രമിച്ചു. ഓ മകനെ സുയോധന, ആയുധമില്ലാത്തവന്റെ യുദ്ധം ഇത്ര ഭയങ്കരമായിരിക്കുമെന്ന് ആരും കരുതിയില്ല. ദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീ ഹരിശ്ചന്ദ്രന്റെ സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ. അല്ലാകിലവിടുത്തെ ചരിത്രം വായിക്കുവിൻ. Vande Mataram.
സാരഥേ സാരഥേ തേരുരുൾ ചക്രമുരുളുന്നിതാ ഭാരതരഥചക്രമുരുളുന്നിതാ കേപ്പിതൻ ശബ്ദം മുഴങ്ങുന്നിതാ ഒരു റാന്തലിന്റെ വെളിച്ചത്തിൽ അക്ഷരം അഗ്നിശിഖകളായി പടരുന്നിതാ ഭാരത മഹാരഥ സാരഥേ നമോ